+1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സലാംസ് വ്ലോഗിൻ്റെ ഫോക്കസ് ഏരിയ ഇംഗ്ലീഷ് 2ാം നോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൊറോണ എന്ന മഹാമാരി ഒരുക്കിയ പ്രത്യേക പഠന സാഹചര്യത്തിൽ പഠനം പൂർണ്ണമായും ഓൺലൈനായി മാറിയപ്പോൾ പല കുട്ടികൾക്കും ഫോക്കസ് ഏരിയയിലെ ലളിതമായ പാഠഭാഗങ്ങൾ പോലും വേണ്ടത്ര മനസ്സിലാവുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായിട്ടാണ് ഈ വീഡിയോ നോട്ടുകൾ കൃത്യമായി എഴുതി പഠിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് A+ ഉറപ്പാണ്. എന്നാൽ എഴുതി വെച്ച നോട്ടുകൾ പിന്നീട് വായിക്കുമ്പോൾ വല്ല സംശയം തോന്നിയാൽ വീഡിയോ വീണ്ടും ഓൺ ചെയ്ത ശേഷം വേറെ ഒരാളുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാൻ സാധിക്കും. സോ റിമെമ്പർ മൈ ചിൽഡ്രൻ, ദിസ് ഈസ് എ സിമ്പിൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. സോ യൂസ് ഇറ്റ് പ്രോപ്പർലി. Shall we begin our class? The topic is I will fly. I will fly. Summary. I will fly is a beautiful speech by APJ Abdul Kalam, the former president of India. ഇന്ത്യയിലെ പഴയ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായൊരു സ്പീച്ചാണ് I will fly. He begins his speech on the topic I am born with wings. ഞാൻ ചിറകുമായി ജനിച്ചിരിക്കുന്നു എന്ന ടോപ്പിക്കിലാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. He expresses the hope that the youth of today need not fear about their future, since the ignited mind of the youth is the most powerful resource on the earth. He expresses the hope. അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. എന്താണ്? that the youth of today need not fear about their future. ഇന്നത്തെ ചെറുപ്പക്കാർ അവരുടെ ഭാവിയെക്കുറിച്ച് അശേഷം ഭയപ്പെടേണ്ട. കാരണം എന്താണ്? സിൻസ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്. ഇഗ്നൈറ്റഡ് മൈൻഡ് മീൻസ് ജ്വലിക്കുന്ന മനസ്സാണ്. ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തി കൂടിയ റിസോഴ്സ് അഥവാ ഊർജ സ്രോതസ്സാണ് എന്ത്? ചെറുപ്പക്കാരുടെ മനസ്സ്. He is also inaugurating a program called ശസ്ത്രായൻ. ശസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസിൻ്റെ പ്രചരണം, അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ആഫ്റ്റർ ദ സ്പീച്ച് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കലാമിൻ്റെ ഈ പ്രഭാഷണത്തിന് ശേഷം 100 കണക്കിന് കരങ്ങൾ അഥവാ കുട്ടികളുടെ കൈകൾ റൈസ്ഡ് അവിടെ ഉയർത്തപ്പെട്ടു. എന്തിനെ? ചോദ്യങ്ങൾ ചോദിക്കാൻ. എ ബോയ് ഫ്രം എ റിമോട്ട് വില്ലേജ് എക്സ്പ്രസ്ഡ് ഹിസ് വിഷ് ടു ബിക്കം എ മെറൈൻ എഞ്ചിനീയർ. ഒരുപാട് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ച് എന്തായിരുന്നു? അവന് ഒരു മെറൈൻ എഞ്ചിനീയർ ആവണം. ബട്ട് ഹി വാസ് അഫ്രൈഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. പക്ഷെ അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവന് ഭയമാണ്. എന്തിനെ? ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അവന് പഠിക്കുന്ന കാലത്ത് അധ്യാപകരോടോ അവൻ്റെ ഫ്രണ്ട്സിനോട് പോലുമോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയങ്കര ഭയമായിരുന്നു. കലാം വാലിയോട് ഹിസ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഹീ തോട്ട് ദ ബോയ് വാസ് എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി യൂത്ത് ഇൻ ദ വേൾഡ്. കലാം അവൻ്റെ ചോദ്യത്തിന് ഒരുപാട് വില കൽപ്പിച്ചു. കാരണം എന്താണ്? അവൻ്റെ ആ സംശയം, അവൻ്റെ ആ ഭയം ഇന്ത്യയിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഭയത്തിൻ്റെ പ്രതിധ്വനിയാണ്. എക്കോയിങ് മീൻസ് പ്രതിധ്വനിക്കലാണ്. അപ്പോൾ ഈ കലാമിനോട് ഈ കുട്ടി ചോദിച്ചപ്പോൾ അവൻ്റെ സംശയം അവൻ്റെ മാത്രം സംശയമല്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുന്ന പല കുട്ടികളുടെയും സംശയമാണ്. ഹി റിസൈറ്റഡ് ദ പോം ഐ വിൽ ഫ്ലൈ ബൈ ജലാലുദ്ദീൻ റൂമി. ഈ കുട്ടിക്ക് ഉത്തരമായിട്ട് കലാം ഇവിടെ ജലാലുദ്ദീൻ റൂമിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും എന്ന അർത്ഥത്തിലുള്ള മനോഹരമായ കവിത ഇവിടെ ചൊല്ലുകയാണ്. ടെക്സ്റ്റിൽ ആ കവിത മുഴുവനുണ്ട്. കുട്ടികൾ അത് ബൈഹാർട്ട് പഠിക്കാൻ കഴിയുന്നവർ ശ്രമിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ കുറച്ച് ലൈനെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ബാക്കി ഡാഷ് ഇട്ട ശേഷം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ കഴിവുമായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഫൈനലി ഐ വിൽ ഫ്ലൈ ഫ്ലൈ ഫ്ലൈ. അവസാനം ഞാൻ പറക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. ദ സ്പീക്കർ ഇൻ ദ പോം സേസ് ദാറ്റ് ഹി ഹാസ് എബിലിറ്റീസ്. ഈ കവിത എഴുതിയ ആൾ എന്താണ് പറയുന്നത്? അവന് കഴിവുകളുണ്ട് എന്നാണ്.
ഐഡിയാസ് ആശയങ്ങളുണ്ട്, ഡ്രീംസ് സ്വപ്നങ്ങളുണ്ട്, ആൻഡ് കോൺഫിഡൻസ് ആത്മവിശ്വാസവും ഉണ്ട് എന്നാണ് ഈ കവിത എഴുതിയ ആൾ പറയുന്നത്. ഹി ഹാസ് വിങ്സ് ടു, അവന് ചിറകുമുണ്ട്. സോ ഹി വോൺ ക്രൗൾ, അതുകൊണ്ട് എന്താവില്ല, ഒരിക്കലും പറക്കാൻ വേണ്ടി ജനിച്ച ഞാൻ എഴയാൻ ശ്രമിക്കൂല എന്നാണ് വ്യക്തമാക്കുന്നത്. ഹി വിൽ ഫ്ലൈ ഹയർ ആൻഡ് ഹയർ, അവൻ ഉയരങ്ങളിലേക്ക് പറന്നു പോകും. കലാം അഡ്വൈസ് ദ ബോയ് ടു ബി യുണീക്ക്. കലാം അവിടെ കുട്ടിയെ ഉപദേശിക്കുകയാണ്, നീ എന്താവണം, യുണീക്ക് ആവണം. എന്താണ് യുണീക്ക് മീൻസ്? അതുല്യനാവുക, ബാക്കിയുള്ള ഒരാളുമായിട്ടും കമ്പയറിങ്ങിന് സാധ്യതയില്ലാത്ത വിധം ഓരോരുത്തരും അതുല്യനായ വ്യക്തികളായിട്ട് മാറുക എന്നാണ് കലാം ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇമിറ്റേറ്റിംഗ് അതേഴ്സ് വിൽ നോട്ട് മേക്ക് അസ് യുണീക്ക്. ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ അനുകരിച്ചാൽ നമ്മൾ ഒരിക്കലും യുണീക്കായിട്ട് മാറില്ല. ഇൻസ്റ്റെഡ് ഓഫ് സ്വയിങ് ടു ദ ട്യൂൺ ഓഫ് അതേഴ്സ്, ബാക്കിയുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളാതെ വി ഷുഡ് സെറ്റ് അവർ ഓൺ ഗോൾസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്, അങ്ങനെ അവസാനം ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കണം. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ എവ്രി വൺ ക്യാൻ ബി യുണീക്ക്, ഓരോരുത്തരും യുണീക്കാവും. എപ്പോൾ? ബൈ ബീയിങ് ഹിംസെൽഫ്, ഓരോരുത്തരും അവനവനായി മാറുക. നമ്മൾ ബാക്കിയുള്ളവരായി മാറാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക, സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക. എന്നാൽ ഉറപ്പാണ്, then definitely we can be a successful one. That is the message given by the writer through this speech. മനസ്സിലാക്കുക, ഇതാണ് സമ്മറി. ഈ സമ്മറിയിലെ ഈ പ്രധാന ഭാഗങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്പീച്ചായിട്ട് വരുമ്പോഴും ഡയറി ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഇമെയിലായിട്ടൊക്കെ എഴുതുമ്പോഴൊക്കെ ഈ പ്രധാന കണ്ടൻറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതുവാൻ. മനസ്സിലായല്ലോ? സ്പീച്ച്, കോമൺ എക്സ്പ്രഷൻ, പ്രസംഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ചില പൊതുവായ പ്രയോഗങ്ങളാണ്. റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ, ബഹുമാന്യനായ അധ്യക്ഷൻ ആണ് ചെയർപേഴ്സൺ. ഡിസ്റ്റിങ്വിഷ്ഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡേയ്സ്. ഡേയ്സ് ഹിയർ മീൻസ് വേദിയാണ്. ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട അതിഥികളാണ്. ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ വേദിയിലെ അറിയപ്പെടുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയ സുഹൃത്തുക്കളെ. ഇത് സാധാരണ പൊതുവെ ഉള്ള ഫങ്ഷനിൽ അധ്യക്ഷനും ബാക്കിയുള്ള സ്കൂളിലെ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പൊതുവായ ചടങ്ങിനുള്ള വേദിയിൽ സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇനി സ്കൂളിൽ അധ്യാപകരും കുട്ടികളും മാത്രമുള്ള ഫംഗ്ഷനാണെങ്കിൽ ഇങ്ങനെ പറയാവുന്നതാണ്. അതിൽ അധ്യക്ഷൻ ഉണ്ടായിരിക്കില്ല. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. ഈ ഒരു അവസരത്തിൽ ഞാൻ നിറഞ്ഞ സന്തോഷത്തോടെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ് ഓർ ടെൽ യു വൺ തിങ്. ഒരു കാര്യം ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അല്ലെങ്കിൽ പറയട്ടെ. ഗെറ്റ് മോട്ടിവേറ്റഡ് എവറി അവർ. ഓരോ സമയത്തും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ ഒരിക്കലും നിരാശ ബാധിക്കാൻ പാടില്ല. ബി ഒപ്റ്റിമിസ്റ്റിക്. നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസ ഉള്ളവരായി മാറണം. ശുഭാപ്തി വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ബി ഒപ്റ്റിമിസ്റ്റിക്. നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷകൾ ഉള്ളവർ ആയിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളട്ടെ. ദാറ്റ്സ് ഓൾ. ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു. ഈ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. നിങ്ങളെ +1 ആവട്ടെ +2 ആവട്ടെ, ഒരു സ്പീച്ച് ഡെഫിനറ്റ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ആ സ്പീച്ചിൽ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന എക്സ്പ്രഷൻസാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ ഒക്കെയും. ആക്ടിവിറ്റി. ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ് ബിഫോർ ദ പബ്ലിക് എക്സാമിനേഷൻ. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. 10ാം ക്ലാസ് സ്റ്റുഡൻസിന് മുമ്പിൽ സംസാരിക്കാൻ നമുക്കൊരവസരം കിട്ടി. അങ്ങനെ കലാമിൻ്റെ ഈ പാഠഭാഗം, ഈ മെസ്സേജ് വായിച്ച ശേഷം അതുമായി ബന്ധപ്പെടുത്തി
നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ സ്പീച്ച് തയ്യാറാക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും ഹൃദയം തുറന്ന ഊഷ്മളമായ ഗുഡ് മോർണിംഗ്. ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കട്ടെ. ആരോട്? ടു ദ ഓർഗനൈസേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ സംഘാടകരോട്. ഹു ഹാവ് ഗിവൺ മീ എ ചാൻസ് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ എനിക്ക് എന്ത് തന്നു? അല്പകാര്യങ്ങൾ സംസാരിക്കാൻ അവസരം തന്നു. അപ്പോൾ സാധാരണ ഏത് സ്പീച്ചായാലും ഒരു പൊതുവായ പബ്ലിക് സ്പീച്ചാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓർത്തു വെച്ചിട്ടോ പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലും ഇത് തന്നെ സംസാരിച്ചാൽ മതിയാകും. ഐ നോ യു ആർ ഓൾ വെയിറ്റിംഗ് ഫോർ യുവർ SLC എക്സാമിനേഷൻ. നിങ്ങളെല്ലാവരും SLC റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ ഇൻ ദിസ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ഹൗ ടു ബി റെഡി ഫോർ യുവർ SLC എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് റെഡി ആവേണ്ടതെന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ റിസൾട്ട് ഓഫ് യുവർ SLC എക്സാമിനേഷൻ വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ഈ SLC എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിശ്ചയിക്കപ്പെടുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്ലാൻ യുവർ സ്റ്റഡീസ് ഏർലി ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് എ ബ്രൈറ്റ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ നല്ലൊരു ഭാവിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ലൈക്ക് എനി എക്സാമിനേഷൻ SLC ഓൾസോ റിക്വയേഴ്സ് മച്ച് എഫേർട്ട് ടു പാസ്. ബാക്കിയുള്ള പരീക്ഷകളെ പോലെ തന്നെയാണ് പാസ്സാവാൻ നന്നായി ശ്രമിക്കേണ്ട പരീക്ഷയാണ് SSLC. വൺ തിങ് മോർ, ഒറ്റ കാര്യം കൂടിയുണ്ട്. മിയർ പാസിംഗ് ഈസ് നോട്ട് ഇനഫ്. വെറുതെ പാസ്സായാൽ മാത്രം പോരാ. സ്കോറിങ് ഹൈ ഓർ ഹയർ ഗ്രേഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മർമ്മപ്രധാനം. ക്യാൻ ബി അച്ചീവ് സക്സസ് വിതൗട്ട് ഹാർഡ് വർക്ക്? ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് എപ്പോഴെങ്കിലും സക്സസ് ആവാൻ സാധിക്കുമോ? നോ ആൻഡ് നെവർ മൈ ഡിയേഴ്സ്. ഒരിക്കലും സാധ്യമല്ല പ്രിയമുള്ളവരെ. ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഗെറ്റ് മോട്ടിവേറ്റഡ് എവറി അവർ. നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. ഒരിക്കലും നമ്മൾ നിരാശ ബാധിച്ചവരാവരുത് അറ്റ് ഓൾ. ബി ഓപ്റ്റിമിസ്റ്റിക്. നമ്മൾ എന്താവണം? ശുഭപ്രതീക്ഷ ഉള്ളവരാവണം. ആൻഡ് കോൺഫിഡൻറ്റ്. ആത്മവിശ്വാസമുള്ളവരും ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് APJ അബ്ദുൽ കലാം ടെൽസ്. അബ്ദുൽ കലാം നമ്മോട് പറയുന്നത് പോലെ എവ്രി വൺ ക്യാൻ ബി യുണീക്ക് ബൈ ബീയിങ് ഹിംസെൽഫ്. ഓരോരുത്തരും അവരവർ ആയിക്കൊണ്ട് യുണീക്കായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സോ ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു അവസരത്തിലും ബാക്കിയുള്ളവരെ അന്ധമായി നമ്മൾ അനുകരിക്കരുത്. ഇൻസ്റ്റെഡ് ഓഫ് സ്വയിങ് ടു ദ ട്യൂൺ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നതിന് പകരം വി ഷുഡ് സെറ്റ് അവർ ഓൺ ഗോൾസ്. നമ്മൾ സ്വന്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ കഠിനമായി ജോലി ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ലൈക്ക് കലാം ടെൽസ്, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. കലാം പറയുന്നത് പോലെ തന്നെ ജ്വലിക്കുന്ന മനസ്സുകളാണ് ഇവിടെ പ്രാധാന്യം. ആൻഡ് വി ഷുഡ് കോൺട്രിബ്യൂട്ട് ദിസ് പവർ ടു ദ ഡെവലപ്മെൻ്റൽ സൊസൈറ്റി. സമൂഹത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഈ പവറിനെ ഉപയോഗപ്പെടുത്തണം. സോ ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു യുവർ സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രഥമ പ്രാധാന്യം പഠനത്തിന് വേണ്ടി നൽകണം. ആൻഡ് കം ഔട്ട് വിത്ത് എ ബിഗ് റിസൾട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല റിസൾട്ടുമായിട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ബൈ കോട്ടിങ് ജലാലുദ്ദീൻ റൂമീസ് ലൈൻസ്. ജലാലുദ്ദീൻ റൂമി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. യെസ്, ഓൾ ഓഫ് us ഹാവ് വിങ്സ്. നമുക്കൊക്കെ ചിറകുകളുണ്ട്. വി നീഡ് ഓൺലി ടു ഫ്ലാപ്പ് ദം. നമ്മൾ ആ ചിറകൊന്ന് നിവർത്തിയാൽ മാത്രം മതിയാകും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇമെയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, your from address, then to CC, BCC, subject. What is subject here? കലാം സ്പീച്ച്. കലാമിൻ്റെ പ്രസംഗമാണ് സബ്ജക്റ്റ് ഇവിടെ. ഡിയർ അനു, സാല്യൂട്ടേഷനാണ്.
ഹോപ്പ് ദാറ്റ് യു ആർ ഫൈൻ. നിനക്ക് സുഖമെന്ന് കരുതുന്നു. ഹൗ ആർ യു സ്റ്റഡീസ് ഗോയിങ് ഓൺ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? വെൽ, നന്നായി പോകുന്നില്ലേ? ഡോണ്ട് ഫോർഗെറ്റ് ടു കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. നിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് എൻ്റെ അന്വേഷണം പറയാൻ മടിക്കരുത്, മറക്കരുത്. റീസെൻ്റ്ലി, അടുത്ത കാലത്ത്, ഐ ഹാപ്പൻ ടു ഹിയർ എ സ്പീച്ച് ഡെലിവേർഡ് ബൈ എ പി ജെ അബ്ദുൽ കലാം. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗം ഞാൻ അടുത്ത കാലത്ത് കേൾക്കാൻ ഇടവന്നു. ഇറ്റ് വാസ് അബൌട്ട് എ വില്ലേജ് ബോയ് ആൻഡ് ഹിസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആ പ്രസംഗം ഒരു ഗ്രാമത്തിലെ കുട്ടിയെ പറ്റിയായിരുന്നു. അവന് ആത്മവിശ്വാസം ഇല്ലാത്തതിനെ പറ്റിയായിരുന്നു. ഹി വാസ് സോ ഡിഫിഡൻറ്റ് ആൻഡ് ടിമിഡ്. അവൻ ആത്മവിശ്വാസം ഇല്ലാത്തവനായിരുന്നു, ഭീരുവായിരുന്നു. ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ബാക്കിയുള്ളവർക്ക് മുമ്പിൽ സംസാരിക്കാൻ. സ്റ്റിൽ ദ ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഹൗ ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ ലൈഫ്. എന്നിട്ടും അവൻ കലാമിനോട് ചോദിച്ചു, എന്താണ് ഹൗ ടു ഗെയിൻ കോൺഫിഡൻസ്, ലൈഫിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത്. കലാം അപ്രിഷിയേറ്റഡ് ദ ബോയ്. കലാം കുട്ടിയെ അഭിനന്ദിച്ചു, അനുമോദിച്ചു. ആൻഡ് റിസൈറ്റഡ് ദ പോം ഐ വിൽ ഫ്ലൈ. അതിനുശേഷം അദ്ദേഹം ഐ വിൽ ഫ്ലൈ എന്നുള്ള കവിത അവന് മുമ്പിൽ ചൊല്ലുന്നു. ഐ റിയലി എൻജോയ് ദ സ്പീച്ച്. ശരിക്കും ഞാൻ ഈ സ്പീച്ച് ആസ്വദിച്ചു. കലാം വാണ്ട്സ് പീപ്പിൾ ടു ബി യുണീക്ക് ആൻഡ് കോൺഫിഡൻറ്റ്. കലാം ആഗ്രഹിക്കുന്നത് ജനങ്ങളൊക്കെ യുണീക്കാവണം, അതുല്യവാന്മാരാവണം, പിന്നെ കോൺഫിഡൻറ്റും ആത്മവിശ്വാസമുള്ളവരും ആവണം എന്നാണ്. ദ സ്പീച്ച് ഹാസ് റിയലി ഗിവൺ മീ എ ന്യൂ ഇൻസൈറ്റ്. ശരിക്കും ഈ സ്പീച്ച് എനിക്കൊരു പുതിയ ഉൾക്കാഴ്ച തന്നു. ഇൻസൈറ്റ് മീൻസ് ഉൾക്കാഴ്ചയാണ്. ഇഫ് യു ക്യാൻ, നിനക്ക് പറ്റുമെങ്കിൽ, പ്ലീസ് ട്രൈ ടു ഹിയർ ദിസ് സ്പീച്ച്. ഈ സംസാരം, ഈ പ്രസംഗം നീയും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക യൂട്യൂബിൽ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇൻസ്പയർ യു ഓൾ. നിശ്ചയമായിട്ടും ഈ സ്പീച്ച് നിന്നെയും ആവേശം കൊള്ളിക്കും. നത്തിങ് മോർ ടു റൈറ്റ്. കൂടുതലൊന്നും എഴുതാൻ ഇല്ല. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു കൊള്ളട്ടെ. താങ്കിങ് യു, നന്ദി അറിയിച്ചുകൊണ്ട് യുവേഴ്സ് ലവിംഗ്ലി. നെയിം ആൻഡ് കോൺടാക്റ്റ് അഡ്രസ്. ഇതാണ് സാധാരണ ഒരു ഇമെയിലിൻ്റെ മിനിമമായിട്ടുള്ള രൂപം. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഈ പാഠഭാഗത്ത് നിന്ന് ഒരു ഇമെയിൽ ഡെഫിനറ്റാണ്, ഇതെന്നെ ചോദിക്കണം എന്നില്ല, എന്നാൽ സമാനമായ ഒരു ഇമെയിൽ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നിർബന്ധമായും ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി സ്വല്പം മാറ്റങ്ങളോടെ ഭംഗിയായി തന്നെ ഇമെയിൽ എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക. മനസ്സിലാക്കുക, +1 പരീക്ഷയ്ക്ക് 5 മാർക്ക് കിട്ടാവുന്ന ലളിതമായ, ഏറ്റവും ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇമെയിൽ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കൃത്യമായി ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഡിയർ ചിൽഡ്രൻ, ഈ പാഠഭാഗത്തിൽ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. നോക്കാം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എക്സോർട്സ് ദ യൂത്ത് ടു ബി യുണീക്ക്. കലാം യുവാക്കളോട് യുണീക്ക് ആവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹൗ ക്യാൻ യു ബി യുണീക്ക്? നമുക്ക് എങ്ങനെ യുണീക്ക് ആവാൻ പറ്റും? വെൻ എവ്രി വൺ വാണ്ട്സ് യു ടു ഫോളോ അതേഴ്സ്. നിങ്ങളോട് നിങ്ങൾ ബാക്കിയുള്ളവരെ കണ്ടു പഠിക്കുക, ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് യുണീക്ക് ആവാൻ സാധിക്കുക? റൈറ്റ് അബൌട്ട് യുവർ വിഷൻ. നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ആൻസർ: ജസ്റ്റ് ലൈക്ക് എ പി ജെ അബ്ദുൽ കലാം ടെൽസ്. കലാം പറയുന്നത് പോലെ എവ്രി വൺ ക്യാൻ ബി യുണീക്ക് ബൈ ബീയിങ് ഹിംസെൽഫ്. ഓരോരുത്തർ ആവാൻ ശ്രമിച്ചാൽ നമുക്കെന്ത് പറ്റും? യുണീക്ക് ആവാൻ സാധിക്കും. സോ ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് അതേഴ്സ്. അതുകൊണ്ട് നമ്മൾ എന്താക്കരുത്? ഒരിക്കലും ബാക്കിയുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇൻസ്റ്റെഡ് ഓഫ് സ്വയിങ് ടു ദ ട്യൂൺ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ താളത്തിനനുസരിച്ചുള്ളതിന് പകരം വി ഷുഡ് സെറ്റ് അവർ ഓൺ ഗോൾസ്. നമ്മൾ സ്വന്തമായ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. അങ്ങനെ എന്ത് ചെയ്യണം? അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും വേണം. പക്ഷേ ജനറലി ഓൾമോസ്റ്റ് ഓൾ ദ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആസ്ക് ദെയർ ചിൽഡ്രൻ ടു ബി ലൈക്ക് അതർ എമിനൻറ്റ് പീപ്പിൾ ലൈക്ക് സച്ചിൻ ടെണ്ടുൽക്കർ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഓർ എ പി ജെ അബ്ദുൽ കലാം. പക്ഷേ രക്ഷിതാക്കളെ പലപ്പോഴും ആവശ്യം എന്തായിക്കാരം? കുട്ടികൾ സച്ചിൻ ടെണ്ടുൽക്കർ ആവണം, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ആവണം, എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ആവണം എന്നൊക്കെയാണ് പൊതുവെ പാരൻസ് കുട്ടികളുടെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കുക. അല്ലെങ്കിൽ അതായിരിക്കും പാരൻസിൻ്റെ സ്വപ്നം. പക്ഷേ വി കാൻ നെവർ ബി ദം. നമുക്കൊരിക്കലും മറ്റവരാവാൻ സാധ്യമല്ല. വി ക്യാൻ ലവ് ആൻഡ് റെസ്പെക്ട് ദം. നമുക്കവരെ സ്നേഹിക്കാം, അവരെ ബഹുമാനിക്കാം. ആൻഡ് ലേൺ ഫ്രം ദർ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പീരിയൻസ്. അവരുടെ അനുഭവത്തിൽ നിന്ന്, അവരുടെ മാതൃകയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും.
വി കാൺ ബി ലൈക്ക് ദം, നമുക്ക് അവരാവാൻ സാധ്യമല്ല. ആൻഡ് വി ഷുഡ് നോട്ട് ബി ലൈക്ക് ദം, നമ്മൾ അവരാവേണ്ട ആവശ്യവും ഇല്ല. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ് ആസ് യുണീക്ക്, ദൈവം നമ്മളെ യുണീക്കായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവ്രി വൺ ഹാവ് ദെയർ ഓൺ സ്പെഷ്യൽ മിഷൻ ഇൻ ദെയർ ലൈഫ്, ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ മിഷനും ലൈഫിൽ ഉണ്ട്. ഇഫ് വി ബിക്കം ലൈക്ക് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവർ ആയാൽ വി ഫെയിൽ ഇൻ അവർ മിഷൻ, അത് നമ്മുടെ മിഷനുള്ള പരാജയമായിട്ട് മാറും. സോ ഓൾ ഹാവ് വിങ്സ്, നമുക്കൊക്കെ ചിറകുകളുണ്ട്. വി നീഡ് ഓൺലി ഫ്ലാപ്പ് ദം, നമ്മൾ ആ ചിറകുകൾ വിടർത്തിയാൽ മാത്രം മതി ടു ഫ്ലൈ ഹൈ, ഉയരങ്ങളിലേക്ക് പറക്കുവാൻ. അതുകൊണ്ട് യൂസ് ദം properly and try to fly high. That is the message given by APJ Abdul Kalam here. Now we go to the character of village boy. A 5-mark question. When APJ Abdul Kalam went to a village to inaugurate a program called Shastrayan, the young boy asked a question to Kalam. കലാം ഇങ്ങനെ ശസ്ത്രയാൻ്റെ ഭാഗമായിട്ട് ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു കുട്ടി കലാമിനോട് ചോദ്യം ചോദിച്ചു. ഹി വാസ് വെരി നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഈ കുട്ടി ആരായിരുന്നു? വളരെ വിഭ്രാന്തി ഉള്ള കുട്ടിയായിരുന്നു, ഭയമുള്ള കുട്ടിയായിരുന്നു. ഇന്ത്യയിലുള്ള ബാക്കി കുട്ടികൾക്കുള്ള ഒരു പ്രതിനിധി തന്നെയായിരുന്നു ഈ കുട്ടി. ഹി ഫൗണ്ട് ഫോൾട്ട് വിത്ത് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹി ഹാഡ്, അവന് കിട്ടിയ വിദ്യാഭ്യാസത്തിൽ അവന് കുറ്റം കണ്ടിരുന്നു. ആക്ച്വലി we need to have confidence, but he had not gained any confidence through his education. നമുക്കൊക്കെ ആത്മവിശ്വാസം വേണം, പക്ഷെ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അവൻ ആ ആത്മവിശ്വാസം ലഭിച്ചിരുന്നില്ല. ഹി വാസ് സോ ഡിഫിഡൻറ്റ് ആൻഡ് ടിമിഡ്, ഇവൻ കുട്ടി ഭീരുവായിരുന്നു, ആത്മവിശ്വാസം ഇല്ലാത്തവനുമായിരുന്നു. ഹി വാസ് അഫ്രൈഡ് ടു ടോക്ക് ടു ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ഈവൻ ടു ഹിസ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാനും അധ്യാപകനോട് ഇടപഴകാനും ഇവന് ഭയങ്കര മടിയായിരുന്നു, ഭയമായിരുന്നു. ഈ ഓഫൺ കമ്പയർസ് ഹിംസെൽഫ് വിത്ത് അതേഴ്സ്, ഇടയ്ക്ക് ഇവനെന്ത് ചെയ്യും? ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ആൻഡ് ദർ എലഗൻറ്റ് ഡ്രസ് ആൻഡ് ഫീൽസ് ബാഡ് അബൌട്ട് ഹിം, ബാക്കിയുള്ളവരുടെ മനോഹരമായ ഡ്രസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അവനെപ്പറ്റി മതിപ്പ് തീരെ കുറവായിരുന്നു. സ്റ്റിൽ ഹീ വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ, എന്നിട്ടും ഈ കുട്ടി എന്ത് ആഗ്രഹിച്ചു? മറൈൻ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചു. ആൻഡ് ഈവൻ വാണ്ടഡ് ടു ബിക്കം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അങ്ങനെ ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ ആവാനും ഇവൻ ആഗ്രഹിച്ചു. ദോ വി ക്യാൻ ഫൈൻഡ് മെനി ഡ്രോബാക്സ് ആൻഡ് ഇൻഫീരിയർ ഫീലിങ്സ് ഇൻ ഹിസ് ഹാർട്ട് അബൌട്ട് ഹിംസെൽഫ്, സ്വന്തമായിട്ട് ഇൻഫീരിയർ ഫീലിങ്സും ഒരുപാട് കുറ്റങ്ങളും ഒക്കെ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഹി വാസ് വെരി പോസിറ്റീവ് ടു ഹിസ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്, ലൈഫിലുള്ളവന് സമീപനം വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പോസിറ്റീവായ മനസ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഭാഗത്ത് എഴുതേണ്ടത്. 5 മാർക്ക് ചോദ്യമാണ്. നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് ലളിതമായി ആൻസർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. So my children, all the important questions from the lesson I Will Fly we have discussed here. Please go through them properly and write down to your notebook now itself. Just like Kalam tells, all try to be unique and hope that we will meet again soon with the third video note from your focus area. Till then, bye.